എന്നാൽ ഇനി ഗെയിം ചേഞ്ച് ആവാൻ പോവാണ്. ഫുട്ബോൾ ആരാധകന് കൂടെ RCB കളി കാണാൻ വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ RCBയുടെ ഇപ്പൊ കറന്റ് വാല്യൂ ഏകദേശം 1.8 ബില്യൺ ആയിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് IPL ഹിസ്റ്ററി തന്നെ വൻ ട്വിസ്റ്റ് ആണ് നടക്കാൻ പോണത്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടല്ലോ, അതിന്റെ ഓണർ ഗ്ലേസർ ഫാമിലി 18 വർഷത്തിന് ശേഷം RCB വീണ്ടും കപ്പടിച്ചതിന് തുടർന്നിട്ട് ഫുട്ബോൾ ജെയിൻസ് ആയിട്ടുള്ള ഗ്ലേസർ ഫാമിലി RCB മൊത്തത്തിൽ വിലക്കെടുക്കാനായിട്ട് ക്രിക്കറ്റിനുള്ളിലേക്ക് എൻട്രി ആയിരിക്കുകയാണ്. ഇവര് RCB IPL മാത്രമല്ല WPL ഈ വുമൻസ് ടീം രണ്ടാമത്തെ പ്രാവശ്യം വിൻ ചെയ്തല്ലോ. അതുകൊണ്ട് മെൻ ആൻഡ് വുമൻസ് ടീമിന്റെ ഓണർഷിപ്പ് എടുക്കാനായിട്ട് ഗ്ലേസർ ഫാമിലിയുടെ സീരിയസ് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു മെഗാ ട്വിസ്റ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്, വെയിറ്റ് ചെയ്തോ. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫാൻസ് സെലിബ്രേഷൻ പീക്കിൽ നിൽക്കുന്ന സമയത്ത് തന്നെ കറന്റ് ഓണേഴ്സ് ആയിട്ടുള്ള യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ ഡിയാജിയോ ഇത് ബെസ്റ്റ് സെല്ലിംഗ് ടൈം ആയിരിക്കും എന്ന് ഡിസൈഡ് ചെയ്ത ആ മാർക്കറ്റിംഗ് ബ്രില്യൻസ് വേറെ ലെവലായിട്ട് തോന്നി. ഗ്ലേസർ ഫാമിലിന്റെ കൂടെ തന്നെ ഇന്ത്യൻ ഹൈ പ്രൊഫൈൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കോർപ്പറേഷൻ ആയിട്ടുള്ള അദാനി ഗ്രൂപ്പ്, KGF പ്രൊഡക്ഷൻസ്, ഹൊംബാലെ ഫിലിംസ്, നിഖിൽ കമ്മത്ത്, മണിപ്പാൽ ഗ്രൂപ്പിന്റെ രഞ്ജൻ പായി ഇവരെ പോലുള്ള വമ്പസ് റാവുകൾ RCB വാങ്ങാൻ വേണ്ടിയിട്ട് പണം ക്യാഷ് ആക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മുമ്പ് ഗുജറാത്തിനെയും ലക്നൌവിനെയും ടാർഗറ്റ് ചെയ്ത ഗ്ലേസർ ഫാമിലിക്ക് അത് മിസ്സായി പോയാലും RCBയിലേക്ക് വന്നതിന്റെ പേരിൽ മൊത്തത്തിൽ ഗെയിം തന്നെ ചേഞ്ച് ആയിരിക്കുകയാണ്. ഗ്ലേസർ ഗ്രൂപ്പിന്റെ ലോങ് ടൈം ഡ്രീം തന്നെ IPL ടീമിനെ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. RCB ഗ്ലേസർ ഗ്രൂപ്പ് വാങ്ങോ അതോ നമ്മുടെ എയർപോർട്ട് തുറമുഖമൊക്കെ പോയ പോലെ RCB അദാനി ഗ്രൂപ്പിലേക്ക് പോകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.